പൊന്മുടിയിലെ കാലാവസ്ഥ വെച്ച് നല്ല കോടയുണ്ട്, തണുപ്പുണ്ട്, സുഖമുണ്ട്. എന്നാ മതി. ഞാൻ ഇവിടെ എത്തി ഗൈസ്. ആർച്ച അവിടെ എത്തി ഗൈസ്. മറ്റേ രണ്ടുപേരെ കാണാനില്ല ഗൈസ്. യെസ്, അപ്പോൾ ഇന്ന് കുറച്ച് പൊന്മുടി വിശേഷങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോയതാണ്. അപ്പോൾ കുറച്ച് ഒരു ഇൻട്രോ സെക്ഷൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടിട്ടാണ്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പൈസ കൊടുത്ത് വെച്ചപ്പോൾ അവൻ ഒരു ട്രാൻസാക്ഷൻ ആദ്യം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അതിന് ശേഷം അവിടെ എത്തിയിട്ടാണ് ഞാൻ ഫോൺ എടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം തന്നെ കണ്ടത് ഈ ഒരു 6 പേരെയാണ്. നല്ല രസം അവിടെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞെന്ന് വെച്ചാൽ എപ്പോഴും ഇത് ഇവിടെ തന്നെയാണുള്ളത്. അവിടെ പറഞ്ഞ് അവിടെ നടക്കും. എൻ്റെ അമ്മയുടെ ഒന്ന് പറഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു അവിടെ വലിയ മുടിയുണ്ടോ എന്തോ, പോകില്ലല്ലോ അവിടെ നിന്ന്. പിന്നെ കുറച്ചുകൂടെ അവിടെ നിന്ന് കേട്ടോ. അതിന് ശേഷം അവിടെ ഒരു മയിലുണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. പ്പോഴാണ് പറഞ്ഞത് പൊന്മുടി മുകളിൽ പോയിട്ട് വന്നാൽ പിന്നെ ഇവിടെ ഇറങ്ങാൻ മഴയാണെങ്കിൽ സമ്മതിക്കില്ല എന്ന്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഇത്. നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് കയറിയിട്ട് പോവാം. അഥവാ തിരിച്ചെടുപ്പ് ഇറങ്ങാനൊക്കെ ഒരു ഇതാണെങ്കിൽ നമ്മൾ പിന്നെ ഇറങ്ങില്ലല്ലോ. അങ്ങനെ ഞാൻ ഇറങ്ങി കേട്ടോ. കാണുമ്പോൾ ഞാൻ ഭയങ്കര പാടായിരുന്നു നടക്കാൻ. ഒന്ന് കാല് തെറ്റി അവിടെ കിടക്കും. ആദ്യമേ എല്ലാവരും പറഞ്ഞ് ആരും ഒന്നും എടുക്കാൻ വരില്ല എന്ന്. അതിൻ്റെ ഇടയ്ക്ക് എടുത്തേണ്ട ഒരു ചോദ്യം. അതിനുള്ള ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടെ അങ്ങ് എത്തി കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളായിരുന്നു. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷെ കുറേ ദിവസം കൊണ്ട് ഞാൻ ആഗ്രഹിക്കായിരുന്നു കേട്ടോ ഇങ്ങനെ പോകണമെന്ന്. പക്ഷെ കുറച്ച് പേർക്കേ വരാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവർക്ക് വരാൻ വേണ്ടി പറ്റിയില്ല. അതിൻ്റെ ചെറിയ സങ്കടമുണ്ട്. എന്തായാലും ആദ്യമായിട്ട് ഞാൻ കോളേജിൽ നിന്ന് പോയത് പൊന്മുടിയാണ്. ആദ്യമായിട്ട് പോയതും അവരുടെയാണ്, അല്ലാതെ ഞാൻ പോയിട്ടില്ല. പിന്നെ ഇപ്പം കോളേജ് തുടങ്ങിയപ്പോഴും പോയി, അവസാനവും പോയി. അങ്ങനെ എങ്ങനെയൊക്കെ തപ്പി തടഞ്ഞ് അവിടെ എത്തി. നേരത്തെ ഒരുത്ത് അവിടെ എത്തിയാൽ അവൻ്റെ അഹങ്കാരമാണ് കേട്ടോ. അവിടെ നിന്ന് യോയൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലും അങ്ങ് എത്തിയാൽ മതി. കാരണം ഇത് എന്താ ഫസ്റ്റ് ടൈം ആകുമ്പോൾ എന്തോ ഒരുമാതിരിയായിരുന്നു. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടില്ലായിരുന്നു. അവൻ അവിടെ പോയി അവൻ പോസൊക്കെ കാണിക്കണം. നിങ്ങൾ എന്ത് വരാത്ത പറഞ്ഞ ഭയങ്കര ഇതൊക്കെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഭാഗത്ത് ഇത്രയും നേരം അവൻ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ബാക്കിൽ നിന്ന് ആർച്ചയുടെ കൊടുത്തിട്ട് അതിന് നീ എടുക്കും, ഞാൻ പോട്ടെ. എന്നിട്ട് അവിടെ നിന്ന് അവർ രണ്ടൊരു പോസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊളാക്കണം. ഞാനും പോയി ഒരു യോഗ കാണിച്ച് അതിന് ചുമ്മാ വന്ന കാലൊന്നുമല്ല കേട്ടോ. ഒരാൾ ചിറക്കി വീണതാണ്. അത് എൻ്റെ ഫ്രണ്ട് വന്ന് ചിറക്കി വീണത്. അവള് വീണത് കൂടെ കണ്ടപ്പോൾ എൻ്റെ കാലാട്ടം തുടങ്ങി. ഞാൻ ഇവിടെ വെച്ചാലും കാൽ ഇവിടെ നിൽക്കുന്നില്ല. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ നടന്നു, ഞാൻ പതുക്കെ അങ്ങ് വന്നോളാം, എനിക്ക് കാല് വയ്ക്കാൻ പറ്റണില്ല. അങ്ങനെ അതിന് ശേഷം പോയതാണ്. ഈ സ്ഥലം നല്ല രസം കാണാൻ പറ്റും. അങ്ങനെ ഭയങ്കര തിരക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടും കൊള്ളായിരുന്നു. എന്നിട്ട് ഇത് നടക്കാനും പറ്റില്ല, ആരും ഒന്നും സഹായിക്കില്ല. എല്ലാവരും എന്നെ കളി പോയിക്കൊണ്ടിരിക്കുന്നു. എന്ത് പിള്ളേരാണോ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എങ്ങനെയൊക്കെ തപ്പിത്തടഞ്ഞ് അവിടെ എത്തിയപ്പോൾ അവർക്ക് വീഡിയോ എടുക്കണം. അത് എങ്ങനെ അവിടെ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടൊക്കെ നിൽക്കുന്നത്. അവിടെ പറയുന്നത് ആ കൈവെക്ക് ഷാരൂഖ് ഖാനെ പോലെ അങ്ങനെ ഇങ്ങനെ ആ പാപ്പിലിടാം ഇങ്ങനെ. ഒരാളെ ഫ്രണ്ടിൽ ഒരാളെ ബാക്കിൽ നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് അതും കേൾക്കാൻ വയ്യ. എന്നിട്ട് തിരി ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കും, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് എങ്ങനെയും കാണിക്കാം. അങ്ങനെ കാണിച്ചിട്ട് വീഡിയോ കാണിച്ചിട്ട് ശരിയല്ല ഒരിക്കൽ കൂടെ അങ്ങനെ വീണ്ടും കാണിക്കുന്നു. എന്നിട്ട് നോക്കിയപ്പോൾ അതും തൃപ്തിയായില്ല, വീണ്ടും സമ്മതിക്കും. അതിനുശേഷം ഇനിയും നിന്നാ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവസാനം വീണ്ടും പ്ലാനിങ്ങൊക്കെ നടത്തണം. ഇങ്ങനെയാണ് അവസാനം അതങ്ങനെ നടന്നു. ബോയ്സിന്റെ വീഡിയോ ഒക്കെ എടുത്തില്ല. ഇനി നമ്മൾ കുറച്ച് നമ്മളത്തേക്ക് അതൊക്കെ വീഡിയോ എടുത്തു തരാം. അവര് ചുറ്റിക്കറങ്ങി വീഡിയോ എടുക്കും. നമുക്ക് ഇതേപോലത്തെ എന്ത് ചെയ്യണമെന്നൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇപ്പുറത്ത് തന്നെ അവര് ഫോണെടുത്ത് വീഡിയോ എടുക്കാണ്ട് നേരെ അപ്പുറത്തോടി പോയി. എന്നിട്ട് പറയുന്നത് വെള്ളത്തിന് എന്തൊക്കെ ചെളി കിടക്കുന്നത് എന്ത് പറയാൻ, പിള്ളേർക്ക് എന്തോ പറ്റി കേട്ടോ. അന്വേഷിച്ച് നോക്കിയപ്പോൾ വീഡിയോയിലാണ് ഞാൻ ഈ സാധനം കണ്ടത്. അങ്ങോട്ട് ഭയങ്കര താഴ്ചയാണ്, ചറക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റേ എൻ്റെ ഫ്രണ്ട് ഒന്ന് വീഡിയോ കൂടെ ചെയ്തുകൊണ്ട് പേടിയായിട്ട് ഞാൻ പോയില്ല. പിന്നെ ഭാഗത്ത് കുറച്ച് എന്തൊക്കെയോ വ്ളോഗ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോ കാട്ടിനകത്താണ്. ആദർശ്, അർച്ച, മാമി, അമ്മു, നിഹാൽ, ചക്കക്കുരുകൾ. പിന്നെ ലവ അവിടെ കാട്ടിൽ കയറി പോകുന്നുണ്ട്. എങ്ങോട്ടാണ് പോകുന്നത് ആർക്കും അറിയില്ല. കാടുകളിലാണ് അവന്റെ ജീവിതം. എന്തോ ചത്തുപോവും.
എടാ എറിയടാ കളിക്കണാവേ എറി ഞാൻ വീഡിയോ എടുത്ത് ഇവിടെ അവ എറിഞ്ഞത് അവിടെ ഞങ്ങൾ എങ്ങനെ വീഡിയോ എടുക്കും എടുത്തു എന്തായാലും ഈ അട്ട എടുത്തിട്ട് കല്ലെത്തെറിയാൻ വയ്യ പിന്നെ പാവം പോലെ ഇരുന്നൊരു അട്ടയപ്പോ ഞാൻ വീട് എടുത്തോളാം പിന്നെ അവിടെ നനങ്ങൂലല്ലോ ഉണ്ടാകാതെ അവിടെ ഇരുന്നു അനുസരണ കുട്ടി ഒന്നുകൂടെ എറി ഞാനും കല്ലെടുത്ത് എറി ആരെന്നെ കുളിപ്പിച്ചത് ഇല്ല കല്ല് വീണ് എടുത്ത് വെച്ചത് തന്നെ ഇനി അതിവിടെ ആയിപ്പോയി നല്ല സ്ഥലമായിരുന്നു കേട്ടോ പക്ഷെ നന്നായിട്ട് ആയിരുന്നെങ്കിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല സ്ഥലമാണ് അതിനുശേഷം വീഡിയോ എടുക്കാനാണ് ടാസ്ക് എല്ലാവരും അനുസരണമുള്ളവരാണല്ലോ അതുകൊണ്ട് ഭയങ്കര എളുപ്പമായിരുന്നു പിന്നെ കുറച്ചുകൂടെ അതൊക്കെ എല്ലാവരും ഭയങ്കര അനുസരണയൊക്കെ ഉള്ളവരായതുകൊണ്ട് ഭയങ്കര എളുപ്പത്തിൽ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ ഒറ്റ ടൈമിലായിരുന്നു എല്ലാം ഓക്കെ അതിനുശേഷം നോക്കിയപ്പോൾ വീണ്ടും കല്ലെടുത്തെറി ഞാൻ ഒന്നെടുത്തെറിയാൻ പറഞ്ഞാണ് പിന്നെ അവർ ഈ പൂ ചോദിച്ചാൽ പൂക്കാലം തരുമ്പോഴാണ് പിന്നെ പക്ഷേ എന്തൊക്കെ വലിയ കല്ലൊക്കെ എടുത്ത് എറിഞ്ഞ് ഭൂകമ്പം ഉണ്ടാക്കുമ്പോഴത്തെ എഫക്റ്റ് ഒക്കെ ഉണ്ടാക്കി അതിനുശേഷം ഇതിനൊക്കെ ഇപ്പോൾ ഒരാളും കൂടെ ഒന്ന് ജോയിൻ ചെയ്തു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അമ്മ ചോദിച്ചിരുന്നു വീട്ടിൽ കൊണ്ടുവരുന്നത് നല്ല അനുസരണയിൽ പറ്റി നേരത്തെ പട്ടിയെ കൊണ്ട് പേടിച്ചൊന്നല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഭയന്നതാ അതിനുശേഷം കുറച്ച് നമ്മളായിരുന്നു വീഡിയോ എടുത്ത് എല്ലാവരും ഭയങ്കര ബിസി അങ്ങോട്ടും കൂടെ സംസാരം അതിനുശേഷം വീഡിയോ ഒക്കെ എടുത്തു ഇഷ്ടപ്പെട്ടു തന്നെ മച്ചേനെ തന്നെ നോക്കണേ ഒരു കടി അടിച്ചിട്ട് പോണ അവസ്ഥ ഭഗത്തിനെ തന്നെ നോക്കണേ അതിനുശേഷം ആ പട്ടിക്കുട്ടി അവിടെ ഉപേക്ഷിച്ച് നമ്മൾ പിന്നെ വീണ്ടും ട്രാവൽ തുടങ്ങി കേട്ടോ നമ്മുടെ കൂടെ കുറെ ബസ്സും ഒരു ബസ്സും പിന്നെ കുറെ കാറും വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ പട്ടി എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് വീട്ടിൽ പട്ടി അങ്ങനെയൊന്നും ഇല്ല എന്നാലും എന്തോ നല്ല സ്നേഹമുള്ളതാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി കൊണ്ടുവരാനൊന്നും പറ്റൂലല്ലോ അതിനുശേഷം കുറേ നമ്മളിത് ഇവിടെ താഴെയില്ല ഇന്ന് നമുക്ക് 22 ഹെയർ പിൻ അങ്ങോട്ട് ഹെയർ പിന്നല്ലല്ലോ എന്തിനോ ഒരു പിൻ കയറണ്ടേ അങ്ങനെ പോവാണ് അപ്പം ഈ ബസ് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് പോകണോണ്ട് നമുക്ക് ഫ്രണ്ടിൽ കയറാൻ പറ്റില്ല ബോയ്സ് ആണെങ്കിൽ ഭയങ്കര സ്പീഡ് അവരുടെ സ്പീഡിനനുസരിച്ച് നമ്മൾ എത്തുകയില്ല പിന്നെ അങ്ങനെ പോയി ദിവസം നമ്മൾ ബസ്സിന് ഓവർടേക്ക് ചെയ്ത് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതിന് ഈ ബസ്സിന് എങ്ങനെയെങ്കിലും ഓവർടേക്ക് ചെയ്യണം കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ വീണ്ടും വരുന്നു ഇനി ഇത് മിക്കവാറും ഫ്രണ്ടിൽ കയറിയെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇങ്ങനെ അത് നോക്കില്ല ഇതങ്ങനെ പോവാണ് നല്ല രസമുണ്ട് കേട്ടോ ബസ് ഇങ്ങനെ പറഞ്ഞതാണ് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ തിരിയും അതാ ബസ് വീണ്ടും വരും വീണ്ടും ഞാൻ തിരിയും ബസ് വീണ്ടും വരും അങ്ങനെ ദിവസം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ രണ്ടുപേരും അങ്ങ് നേരത്തെ അങ്ങ് പോയി കേട്ടോ ബസ്സിനൊക്കെ തോപ്പിച്ചിട്ട് എന്നിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വരുവാണ് ചിരിച്ചുകൊണ്ട് ഒരാളും തംസപ്പ് ഒക്കെ കാണിക്കുന്നുണ്ട് അവിടെ ചിരിച്ചുകൊണ്ട് വരുവാണ് നേരത്തെ പോയിട്ടും കാര്യമില്ല കാരണം എന്റെ കയ്യിലാണ് പാസ് ഇരിക്കുന്നത് പിന്നെ നമുക്ക് കുറച്ചൊരാട്ടൊന്ന് ഓരോരുത്തരും ഓരോന്നാണ് കേട്ടോ വാങ്ങിച്ചത് ചായ പാലും വെള്ളം കോഫി അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് വാങ്ങിച്ചുകൊണ്ട് എല്ലാത്തിനും ടേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റി അതിനുശേഷം ബ്രെഡ് ഓംപ്ലേറ്റ് വാങ്ങിച്ചു രാവിലെ ഒന്നും കഴിക്കാതെ പോയത് പിന്നെ അവിടെ കുറേ ഉപ്പിലിട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്കിത് കണ്ടപ്പോൾ അങ്ങ് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ പറഞ്ഞ് ഇത് എടുക്കാം മാമൻ പറഞ്ഞങ്ങ് കോഴിക്കോളാം ഞാൻ പറഞ്ഞു വേണ്ട മാമൻ തന്നെ എടുത്ത് തന്നാൽ മതി ബ്രെഡ് ഓംപ്ലേറ്റ് കൊള്ളായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി സൂപ്പറായിരുന്നു അതിനുശേഷം നോക്കിയപ്പോഴത്തേക്കും മിഹാല് ജാമ്പയ്ക്ക് വാങ്ങി അത് തിന്നിട്ടുള്ള ഭാഗത്തിന്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അതിനുശേഷം ആരും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ കിട്ടി അതിനുശേഷം നമ്മൾ ആ മുകളിൽ എത്തിയിട്ടുണ്ട് ഭയങ്കര സന്തോഷമായി പക്ഷെ മഞ്ഞ് കാണാൻ പറ്റൂല എന്നുള്ള സങ്കടം എനിക്ക് ഞാൻ മുമ്പ് വന്നപ്പോഴും കണ്ടിട്ടില്ലായിരുന്നു ഞാൻ ഒരിക്കൽ പോയാലും എനിക്ക് മഞ്ഞ് കാണാൻ പറ്റില്ല അങ്ങനെ തന്നെ വലിഞ്ഞത് എങ്ങനെയൊക്കെയോ എന്റെ മണ്ടയ്ക്ക് കയറി അപ്പം എനിക്ക് ഈ കാലിന്റെ ആട്ടം നിൽക്കില്ല എനിക്കാണെങ്കിൽ ചിരിയും പറഞ്ഞ് നടക്കാനും പറ്റുന്നില്ല എനിക്ക് അവള് വന്ന് ഫ്രണ്ട് കഴിഞ്ഞപ്പോൾ നമ്മള് ഒരു ഇത് കണ്ടാൽ നമുക്കൊരു ഇതാവില്ല ഇത് മാറണമില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ഗവൺമെന്റ് ഇടയിൽ കുറെ തമിഴ്നാട്ടിലുള്ള ആൾക്കാരായിരുന്നു കേട്ടോ അങ്ങനെ ആ മാമൻ്റെ അടുത്തൊക്കെ കമ്പനിയായി അതിന്റെ ഭാഗത്ത് വന്നപ്പോഴത്തേക്കും ക്യാമറ പോയി എന്റെ സങ്കടം അവന് പിന്നെ നമ്മൾ ഫോട്ടോ വീഡിയോ ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് എടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു മാമ അവിടെ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് അങ്ങനെ ആ മാമൻ ഞാൻ പറഞ്ഞില്ലേ കമ്പനിയായ ആ മാമ എടുത്തു വന്നു നിശ്ചയമായിട്ട് ജോയിൽ അവിടെ താഴെ ഇറങ്ങി വന്നു പിന്നെ നമ്മൾ മാത്രമായിട്ട് കുറച്ച് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുത്തോട്ടാം നിശ്ചയം നോക്കിയപ്പോഴത്തേക്കും ഭാഗത്ത് നമുക്ക് ഈ താഴെ കൂടെ പോകാൻ പോലെ എളുപ്പത്തിന് അങ്ങോട്ട് പോയിട്ട് എങ്ങോട്ടൊക്കെ പോകാമെന്ന് എനിക്ക് അറിഞ്ഞൂടെ എങ്ങോട്ടൊക്കെ എത്തുമെന്ന് പിന്നെ അവന് വിശ്വാസം ഇറങ്ങുവാണ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിരുന്നപ്പോൾ അതാ കോട വരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഞാൻ
ഞാനേ കണ്ടു. ഞാൻ ആഗ്രഹിച്ച ഇത്ര ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ടൊന്നും കാണണ്ട, പക്ഷെ എന്തെങ്കിലും കുറച്ചെങ്കിലും കോട എനിക്ക് കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് ആർച്ച് പറഞ്ഞു ആ കോട അവിടെ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് പോയാലോ. അങ്ങനെ കുറച്ച് നേരം അവളൊക്കെ കളിയൊക്കെ നിന്ന് അന്വേഷിച്ച് നോക്കി ഭഗത്ത് ആ മണ്ടേ കയറുന്ന എന്തൊക്കെയോ പറയുന്നത്. ചെറുക്കന് എന്തോ പറ്റി കേട്ടോ. നല്ല കോടയുണ്ട്. പൊന്മുടിയിലെ കാലാവസ്ഥ വെച്ച് നല്ല കോടയുണ്ട്, തണുപ്പുണ്ട്, സുഖമുണ്ട്. എന്നാ മതി. ഞാൻ ഇവിടെ എത്തി ഗൈസ്. ആർച്ച് അവിടെ എത്തി ഗൈസ്. മറ്റേ രണ്ടുപേരെ കാണാനില്ല ഗൈസ്. ഓരോരുത്തരും ഓരോ സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ടാർജറ്റ് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, അവിടെ എത്തണം. നമ്മൾ പതുക്കെയാണ് പോയത്, കാരണം ഇതിൻ്റെ ഇടയിലും ഞാൻ ഒരു സാധനം കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾ കാണിച്ചു തരാവേ. അപ്പോൾ ഈ പുല്ല് ഭയങ്കര ഒരു ഇതായിരുന്നു. ഭയങ്കര ഈ മേലിൽ കൊണ്ട് ഒരയുമ്പം ഭയങ്കര നീറ്റിലായിരുന്നു. അങ്ങനെ ഞാൻ കളക്ട് ചെയ്ത സാധനം അതായത് ഇത് നല്ല രസമല്ലേ. അതിനുശേഷം ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണുമ്പോൾ ചെറുതില്ലായിരുന്നു, പക്ഷെ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ വീണ്ടും ഒരാളങ്ങ് ഇറങ്ങി പോവാണ്. അപ്പം ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തത് ഇത് 11 എന്നിട്ട് ബാക്കി എല്ലാവർക്കും കൊടുക്കും. തിന്നു നോക്കി അഭിപ്രായം പറയൂ ഗൈസ്. നോക്ക് ഇവിടെ എക്സ്പ്രഷൻ കാണട്ടെ. എങ്ങനെയുണ്ട് അഭിപ്രായം പറ. വിഷം അവർക്കും കൂടെ കൂടെ ആർച്ചേ നോക്ക് ഇങ്ങോട്ടാ. അവനൊരു എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഒറിജിനൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. വീഡിയോ ഓഫ് ആക്കത്തിന് മാത്രമാണ് അത് കാണാൻ വേണ്ടി പറ്റിയത്. ആർസിന്റെ ഒരു എക്സ്പ്രഷൻ തിന്നാൻ പറ്റിയില്ലെങ്കിൽ എന്താ അവ ഫുള്ളങ്ങ് കഴിക്കുകയാണ്. എന്നിട്ട് അവൻ മറന്നു കേട്ടോ അത് കൊള്ളൂലെന്ന് എന്തൊക്കെ സീരിയസ് ആയിട്ട് കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അടുത്ത് ഇവിടെ പോകാം എന്നുള്ള ഒരു ഇതാണ്. പിന്നെ നോക്കിയപ്പോൾ എന്താ ഇവിടെയാണ് നമ്മൾ പോയി. എന്നിട്ട് ഇത്രയും ദൂരം നടന്ന് ഇറങ്ങിയിട്ടുണ്ട്. കഴിവ് തന്നെ. അതിനുശേഷം ഈ പടിയിലാണ് പോയി. ഇതിന്റെ സ്ഥലത്തിന്റെ പേര് എനിക്കറിയുന്നത് ഏതോ ഒരു ഹോട്ടലിന്റെയോ എന്തോ ഒരു സ്ഥലത്തൂടെയാണ് പോയത്. അപ്പം ഇത് എവിടെ ഇൻസ്റ്റയിൽ കണ്ടിട്ട് പോയതാണ്. ഇൻസ്റ്റയിലാണ് കണ്ടത്. പോവാന്ന് പറഞ്ഞിട്ട് ആൻസി സൂര്യാണ് വിളിച്ചുകൊണ്ട് പോയത്. അപ്പൊ നേരത്തെ വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പൊ വെള്ളമൊന്നും ഇല്ല, അതാണ് ഇങ്ങനെ കിടക്കുന്നതെന്നൊക്കെയാണ് പിന്നെ അവർ പറഞ്ഞത്. ഞാൻ എന്താ ചാർജർ എടുത്തുകൊണ്ടാണ് നടക്കുന്നത്, കാരണം ഫോൺ ഓൾറെഡി ഏകദേശം തീരാറായിട്ടുണ്ട്. അതിന് മുമ്പ് എനിക്ക് കുറച്ചും കൂടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പവർ ബാങ്കിൽ കുത്തിയാണ് വെച്ചിരുന്നത്. പക്ഷെ വീഡിയോ എടുക്കാൻ നേരത്തെ വീണ്ടും എടുത്തോണ്ട് പോകും. അങ്ങനെ പിന്നെ ഫുൾ ചാർജ് ഒന്നും ആയില്ല. നോക്കിയപ്പോൾ ആ ഒരു കുഞ്ഞ് അത്രയും ഇതിലും കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മീൻ മാത്രമല്ല അതിൻ്റെ ഒരു കൊതുകും ഉണ്ടായിരുന്നു. അവിടെ കുറേ നേരം നിൽക്കാൻ വയ്യ. അത് നമ്മൾ ഇരിക്കുന്ന പാറയുടെ സൈഡിൽ കൂടെ വെള്ളം പോകും. പക്ഷെ ഇപ്പൊ കൊള്ളൂല, കാര്യം വെച്ചാൽ വെള്ളം കുറവല്ലേ. ഞാൻ വന്നപ്പോ ഇതിന്റെ മണ്ടേ കൂടെ പോണ വെള്ളമാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത്രയും കുത്തി ഒഴുകും. അപ്പൊ നല്ല ഭംഗിയാണ് കാണാൻ. പോവാം, കൊതു അടിക്കുന്നു. അങ്ങനെ അവസാനം നമ്മളിവിടെ നിൽക്കുന്നത് കൊതുവിന് ഇഷ്ടമല്ലാത്തത് നമ്മൾ പിന്നെ തിരിച്ചു പോകാന്ന് വെച്ചാൽ അങ്ങനെ തിരിച്ചു കയറി പോവാണ്. ഞാൻ വീഡിയോ എടുത്ത് പറഞ്ഞാൽ നിഹാൽ എന്നെ നോക്കുവാണ്, വരുന്നില്ലേ വാ വാ വാ. എന്നിട്ട് പിന്നെ അവന് ഞാൻ ഒരുമിച്ചാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ഭയങ്കര പാടായിരുന്നു കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. ഈ കല്ലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. മനുഷ്യൻ നോക്കിയപ്പോൾ ആർച്ചാടുന്നത് അപ്പൂപ്പ താടിയൊക്കെ പറിച്ച് ഊതി കളിക്കുന്നുണ്ടായിരുന്നു. ഞാനും വീഡിയോ എടുക്കാൻ വരാം നമ്മൾ എടുത്ത് അത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ സ്ലോ മോഷൻ ആയിപ്പോയി. പക്ഷെ കൊള്ളായിരുന്നു. പക്ഷെ ഞാൻ ക്ലാരിറ്റി അതായത് ക്ലിയർ അതിലാക്കിയ ഫോക്കസ് പറയായിരുന്നു. അപ്പോൾ അത്രയിലേക്ക് ഇനി ഇങ്ങനത്തെ വീഡിയോസ് ആയിട്ട് വരാറ്.